ജൂലൈ 22 ചൊവ്വാഴ്ച അതിവിശിഷ്ടമായ പ്രദോഷമാണ് ആഗതമാവുന്നത്. ഈ ഒരു പ്രദോഷതിഥിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കർക്കടക മാസത്തിലെ 30 ചൊവ്വാഴ്ചയാണ് ശ്രാവണ മാസത്തിലെ അതിവിശിഷ്ടമായ ഈ കൃഷ്ണപക്ഷ പ്രദോഷം ആഗതമാവുന്നത്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹത്തിനായി നാം എല്ലാവരും തന്നെ ഈ പ്രദോഷവ്രതം നോറ്റാൽ സർവകാര്യ സിദ്ധിയാണ് ഫലം. മനസ്സിൽ അത്രമേൽ ഏതൊരു കാര്യം ആഗ്രഹിച്ച് മഹാദേവനോട് ഈ ഒരു പ്രദോഷ ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ആ ഒരാഗ്രഹം ഭഗവാൻ, അത് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും, എത്ര നാളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരാഗ്രഹമാണെങ്കിലും, ഇനിയും നടക്കാൻ സാധ്യതയില്ല എന്ന് വരെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരാഗ്രഹമാണെങ്കിലും, തീർച്ചയായിട്ടും ഭഗവാൻ ഈ ഒരു പ്രത്യേക ദിവസം, ഈ ഒരു പ്രദോഷ ദിവസം നിങ്ങൾക്ക് നടത്തി തന്നിരിക്കും എന്നത് ഉറപ്പാണ്. അതിവിശിഷ്ടമായ ഈ പ്രദോഷവ്രതം നമ്മൾക്ക് എങ്ങനെ ആചരിക്കാം? സർവ്വവിഘ്നങ്ങളും അകന്ന് മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെയും നടക്കാൻ ഈ പ്രദോഷവ്രതം നമുക്ക് എങ്ങനെ എടുക്കാം? എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം? ഇതെല്ലാം നമുക്കൊന്ന് നോക്കി വരാം. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ദേവിക്ക് പൗർണമി പോലെ, മഹാവിഷ്ണുവിന് ഏകാദശി പോലെ, ശ്രീ മഹാദേവൻ അത്രമേൽ പ്രധാനമാണ് ഈ പ്രദോഷ വ്രതം എന്ന് പറയുന്നത്. അന്നേ ദിവസം ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം, ആയുരാരോഗ്യം, ദാരിദ്ര്യ ദുഃഖശമനം, പാപമുക്തി, സൽകീർത്തി, ഐശ്വര്യം എന്നിവയെല്ലാമാണ് ഫലം. ഇനി വ്രതം അനുഷ്ഠിക്കാൻ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നമ്മൾക്ക് കഴിയുകയില്ലാച്ചാലും അന്നേ ദിവസം പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകളൊക്കെ ഭഗവാൻ സമർപ്പിച്ചാൽ അത്രയും ഐശ്വര്യമാണ്, അത്രയും അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. നമുക്കറിയാം, മാസത്തിൽ 2 പ്രദോഷമാണ് ആഗതമാവുന്നത്. ശുക്ലപക്ഷ പ്രദോഷവും കൃഷ്ണപക്ഷ പ്രദോഷവും. ഇതിൽ കൃഷ്ണപക്ഷ പ്രദോഷം കൂടുതൽ ശ്രേഷ്ഠകരമാണ്. ഈ പ്രാവശ്യം ജൂലൈ 22 ചൊവ്വാഴ്ച വരുന്നത് കൃഷ്ണപക്ഷ പ്രദോഷമാണ്. അതുകൊണ്ട് ആരും തന്നെ ഈ വ്രതം നോൽക്കാൻ മടി കാണിക്കരുത്. പ്രദോഷ സന്ധ്യാസമയത്ത് കൈലാസത്തിൽ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുന്ന ആ ഒരു വേളയിൽ ശ്രീ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ അത്യധികം സന്തോഷവതിയായ പാർവതി ദേവിയുടെയും മഹാദേവന്റെയും സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. സൂര്യാസ്തമയവുമായി ബന്ധപ്പെട്ട മുഹൂർത്തത്തിലാണ് പ്രദോഷം വരുന്നത്. അതിനാൽ ഈ വ്രതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് വൈകുന്നേരമാണ്. സൂര്യാസ്തമയത്തിന് മുൻപും പിൻപുമായി 1.5 മണിക്കൂർ വീതമുള്ള 3 മണിക്കൂറാണ് പ്രദോഷകാലം എന്ന് പറയുന്നത്. അങ്ങനെ ത്രയോദശി നാളിലെ പ്രദോഷ സന്ധ്യയിൽ കൈലാസത്തിൽ നമ്മുടെ സാക്ഷാൽ മഹാദേവൻ ആനത്തോലുടുത്ത് ശ്രീ പാർവതി ദേവിയെ രത്നപീഠത്തിൽ ഇരുത്തി ദേവിയുടെ മുൻപിൽ ആനന്ദ നടനമാടുന്നു എന്നാണ് സങ്കല്പം. ഈ സമയത്ത് സകല ദേവീ ദേവന്മാരും സന്നിഹിതരായിരിക്കും കൈലാസത്തിൽ. ഈ ഒരു പ്രദോഷവ്രതം നോറ്റാൽ എല്ലാ ദേവീ ദേവന്മാരും ഒന്നിച്ച് പ്രസാദിക്കുമെന്ന മഹാത്മ്യം കൂടി ഈ പ്രദോഷവ്രതത്തിനുണ്ട്. സർവ്വദോഷങ്ങളും നീക്കുന്ന പ്രദോഷ സമയത്ത് നമ്മൾ ഭസ്മധാരണത്തോടെ പഞ്ചാക്ഷരി മന്ത്രം നമഃശിവായ ജപിച്ച് ശിവക്ഷേത്ര ദർശനം ആ ഒരു സമയത്ത് നടത്തുകയാണെങ്കിൽ കൈലാസത്തിൽ നമ്മൾ എത്തി ദേവതാഗണങ്ങളോടൊപ്പം സൽസംഗത്തിൽ പങ്കെടുത്ത സായുജ്യം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദോഷവ്രതം എന്ന് പറയുന്നത് എത്രമാത്രം മഹത്തരമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശിവപാർവതി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ പ്രദോഷവ്രതം പൂർണ്ണ ഭക്തിയോടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സർവ്വ പാപവും നശിക്കും എന്നാണ് പറയുന്നത്. അതായത് നാം അറിഞ്ഞും അറിയാതെയും ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം നശിക്കും. മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് പ്രദോഷ ദിനം എന്ന് പറയുന്നത്. ദോഷത്തെ ഇല്ലാതാക്കുക എന്നാണ് പ്രദോഷം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അന്നേ ദിവസം ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം, ആയുരാരോഗ്യം, ദാരിദ്ര്യ ദുഃഖശമനം, പാപമുക്തി, ഐശ്വര്യം, സൽകീർത്തി എന്നിവയെല്ലാമാണ് ഫലം. ഇഷ്ടവിവാഹ ഭാഗ്യം ലഭിക്കാനുള്ള അനുഗ്രഹം ലഭിക്കും. അതുപോലെ തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം വിടുതലുണ്ടായി തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവും. ഇനി അമ്മമാർ പ്രദോഷവ്രതം നോൽക്കുന്നത് വഴി മക്കൾക്ക് സർവ്വ ഐശ്വര്യമാണ് ഫലം. അതായത് കുട്ടികൾക്ക് പഠനത്തിൽ എന്തെങ്കിലും വിധ തടസ്സങ്ങളോ മടിയോ ഏകാഗ്രത കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അമ്മമാർ ഈ ഒരു പ്രദോഷ വ്രതം എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഈ ഒരു കൃഷ്ണപക്ഷ പ്രദോഷ വ്രതം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം സന്തതികളിലൂടെ നമ്മൾക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കും. നല്ല മാറ്റം ഉണ്ടാവും കുട്ടികളുടെ പഠനത്തിനൊക്കെ. അതുപോലെ കുടുംബശാന്തി, ശത്രുനാശം, സാമ്പത്തിക ഉയർച്ച എല്ലാം ഈ ഒരൊറ്റ പ്രദോഷ വ്രതം നോറ്റാൽ നമ്മൾക്ക് എല്ലാം മാറി സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഇനി ഈ പ്രദോഷ വ്രതം ചിട്ടയായി എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാനൊന്ന് വിശദമാക്കാം.
പ്രദോഷ ദിനത്തിന്റെ തലേന്ന് മുതൽ തന്നെ നമ്മൾ വ്രതം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. തലേന്ന് ഒരിക്കലൂണ് നിർബന്ധമാണ്. അതായത് ഒരു നേരം മാത്രം നമ്മൾ തലേ ദിവസം അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ. പ്രദോഷ ദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പഞ്ചാക്ഷരി ജപത്തോടെ നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തില കൊണ്ട് അർച്ചന, കൂവളമാല സമർപ്പണം, പുറകു വിളക്കിൽ എണ്ണ, ജലധാര എന്നിവ നടത്തുന്നത് വളരെയധികം ഐശ്വര്യമാണ്. അന്നേ ദിവസം പകല് മുഴുവൻ നമ്മൾക്ക് ഉപവാസം അനുഷ്ഠിക്കാം. അതായത് ജലപാനം പോലും ഇല്ലാതെ ഉപവാസം അനുഷ്ഠിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വ്രത വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം പൂർണ്ണ ഉപവാസത്തിലേക്ക് നിങ്ങൾക്ക് പോകാവൂ. പ്രത്യേകിച്ച് അമ്മമാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കാത്തവർക്ക് നമുക്ക് ലളിതമായ ആഹാരമൊക്കെ കഴിക്കാവുന്നതാണ്. ക്ഷേത്രത്തിലെ നെയ്തിച്ചോറൊക്കെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. അന്ന് രാവിലെയും വൈകിട്ടും എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭസ്മം ധരിച്ച് രുദ്രാക്ഷമൊക്കെ ധരിച്ചിട്ട് നമ്മൾ ആൽ പ്രദക്ഷിണം ചെയ്ത് ശിവക്ഷേത്ര ദർശനം നടത്തണമെന്നാണ് പറയുന്നത്. പഞ്ചാക്ഷരി സ്തോത്രം, ശിവസഹസ്രനാമം, ശിവാഷ്ടകം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലുക. ശിവപുരാണ പാരായണം നടത്തുന്നതും വളരെ നല്ലതാണ്. അന്നേ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യം, എണ്ണ തേച്ച് കുളി പാടില്ല. ഇനി ക്ഷേത്രത്തിൽ അന്നേ ദിവസം പോകാൻ കഴിയുന്നില്ലെങ്കിൽ വ്രതമെടുത്ത് നമ്മൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഓം നമ ശിവായ മന്ത്രം കുറഞ്ഞത് 108 തവണ ജപിക്കണം. അന്നേ ദിവസം മുഴുവൻ ഭഗവാന്റെ നാമങ്ങൾ നമ്മുടെ നാവിലും മനസ്സിലും നിറയണം. ശിവപഞ്ചാക്ഷരി സ്തോത്രം അർത്ഥം മനസ്സിലാക്കി ഭഗവത് രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാവണം നമ്മൾ ജപിക്കേണ്ടത്. ക്ഷേത്രത്തിൽ ഇനി പോകാൻ കഴിയുന്നവര് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ കൂവളത്തിലയാൽ അർച്ചന, അതുപോലെ മാല, എണ്ണ, ജലധാര എന്നീ വഴിപാടുകൾ നടത്തുന്നത് വളരെ വിശേഷ ഫലം നമ്മളുടെ ജീവിതത്തിൽ നൽകുന്നതാണ്. അതുപോലെ സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ സന്ധ്യയ്ക്ക് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുക. പ്രദോഷ പൂജ, അഭിഷേകം തുടങ്ങിയ ചടങ്ങുകളിൽ നമുക്ക് പങ്കെടുക്കാം. അഭിഷേകത്തിന് പാല്, കരിക്ക്, പനിനീർ, കൂവളമാല എന്നിവ ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കരിക്ക് നേദിച്ച് പ്രദോഷ പൂജയിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രദോഷ വ്രത സമയത്ത് നന്ദികേശിന് പ്രത്യേക വഴിപാട് നടത്തുന്നത് ശിവഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. ഇതിനായി വ്രതമെടുക്കുന്നവർ ഒരു കൈപ്പിടി കറുക, അതുപോലെ വഹിനിയില, ഒരു പിടി അരി, ശർക്കര എന്നിവ നന്ദിദേവന് സമർപ്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിഘ്നങ്ങൾ അകലുകയും കൂടാതെ ഇതിലൂടെ ശനി ദോഷത്തിന്റെ കാഠിന്യം കുറയുമെന്നുമാണ് വിശ്വാസം. ദീപാരാധന കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് നിവേദ്യം വാങ്ങി നമുക്ക് കഴിക്കാവുന്നതാണ്. ഭഗവാന് നിവേദിക്കുന്ന കരിക്കിൻ തീർത്ഥം സേവിച്ചുകൊണ്ടോ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അവിലോ മലരോ പഴമോ കഴിച്ചുകൊണ്ടോ നമ്മൾക്ക് ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്. അത്താഴ പൂജ കഴിഞ്ഞ് ലഭിക്കുന്ന ചോറ് കഴിച്ചും നമ്മൾക്ക് ഉപവാസം അവസാനിപ്പിക്കാം. ഇനി സന്ധ്യക്ക് അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവര് പിറ്റേ ദിവസം രാവിലെ തീർത്ഥം സേവിച്ച് നമുക്ക് ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെ കർക്കടക മാസത്തിലെ ഈ കൃഷ്ണപക്ഷ പ്രദോഷ വ്രതം വളരെ ശക്തിയേറിയൊരു പ്രദോഷ വ്രതമാണ്. ഈ ഒരു വ്രതം നോൽക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.